നമ്മുടെ സർവകലാശാല സിനിമയില്ലേ, നമ്മുടെ വേണുനാഗവള്ളിയുടെ, അതൊരു നല്ലൊരു ഭയങ്കര ഫീലുള്ളൊരു മൂവി. സർവകലാശാല അദ്ദേഹത്തിൻ്റെ ഡബിങ് അനൗൺസ്മെൻറ്റ്, വേണുനാഗവള്ളിയുടെ ഗുരുജനങ്ങളെ സുഗമോദേവിക്ക് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് രസമായിരുന്നു കാണാം ആ പടം. അതിൽ ആ സിനിമയിൽ എല്ലാം ഒരു പരിധിവരെ എല്ലാം നല്ല ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും മറ്റേ വേണുനാഗവള്ളി അല്ല, നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ ആശാൻ ചിരിച്ചില്ലേ ചിരിച്ചിരിച്ചില്ലേ നീ ചിരിച്ചേ തക തകത, ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ നീ ചതിച്ചേ തക തകത, മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തക തകത, തകർന്നിടത്തൊരു തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തക തകത. അത് ഭയങ്കര, മോഹൻലാലും നെടുമുടി തമ്മിലുള്ള ഒരു ബന്ധം ഭയങ്കര രസമാണ്. അതുപോലെ നെടുമുടി എന്നെ എവിടെയോ പോയി പറഞ്ഞ ട്രെയിനിൻ്റെ ശബ്ദവും അപ്പം അതിൻ്റെ BGM പോലെ വരുന്ന ഈ കവിതയും ഭയങ്കരമായൊരു ഫീലിംഗ് ആയിരുന്നു സർവകലാശാല. പിന്നെ കമ്മട്ടിപ്പാടം, അക്കാണും മാമലയെല്ലാം എൻ്റേതോ പൊന്നച്ച, ഇക്കായൽ കയറും പുഴയും എല്ലാവരുടെയും പൊന്മകനെ, പുഴുപുലികൾ പക്കി പരുന്തുകൾ പുലയാടികൾ നമ്മളുമെല്ലാം കലഹിച്ചു മരിക്കുന്നിവിടം ഭൂലോകം എൻ മകനെ, കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ തിരുമകനെ. കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത് എല്ലാവർക്കും സംഭവിക്കും. ഈ ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ വേറൊരു സിനിമാ രൂപമാണ് ഇവരൊക്കെ തേടിയത്. അതായത് ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന് അവിടെ ഉണ്ടായിരുന്ന ഉള്ള തൊഴിൽ ചെയ്ത് ജീവിച്ച് ഒരു ചേരിയായിട്ട് മാറുന്ന നല്ല സ്നേഹമുള്ള ഹൈന്ദവ കുടുംബങ്ങൾ, അവർ സുപ്രഭാതത്തിൽ ഈ മെട്രോ വിഴുങ്ങുന്നതാണ് എൻ്റെ ഒരു കഥ. അപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അറിയാം. അതിനിടയ്ക്ക് ഒരു എല്ലാത്തിനും നെഗറ്റീവ് നിൽക്കുന്ന ഒരു ബൂർഷ ലോകം കയറി വരും. അതെങ്ങനെ ചതിക്കപ്പെടണമെന്നറിയില്ല. അവിടെ ജാതീയതയുണ്ട്, അസ്പൃശ്യതയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ ഗുണകർമ്മ വിഭാഗാശ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കണതല്ല അതിൻ്റെ കഥ. ഇവിടെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊരു പരിധിവരെ ആ മറ്റേ മേൽവിലാസം സിനിമ നന്നായിട്ട് എനിക്ക് നല്ല ഫീൽ കിട്ടിയൊരു സിനിമയാണ് മേൽവിലാസം. ഇന്ത്യൻ അതുപോലെ അതിലെ കോർട്ട് മാർഷലൊക്കെ എന്തൊരു നല്ല നാടകത്തിൻ്റെ ഇതാണെങ്കിൽ തന്നെയും എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തൊരു സിനിമയാണ് അത് മേൽവിലാസം. അങ്ങനെ അതിലോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അരജ നിന്നോർമ്മയിലൊരശ്രു കണമുണ്ടോ, അതിനുള്ളിലൊരു പുഷ്പനൃത്ത കഥയുണ്ടോ, കഥയിലൊരു നാൾ നിന്റെ യൗവന ശ്രീയായി കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ, ഉരുവമറ്റഭയമറ്റവിളിവിടെയെങ്ങോ ഉരിയ വെള്ളത്തിനു കുരലുണക്കുന്നു, അവളൊരു വിതുമ്പലായി തൊണ്ട തടയുന്നു, മൃതിയുടെ ഞരക്കമായി മേനി പിഴിയുന്നു, അവൾ പെറ്റ മക്കൾക്കു നീ കവചമിട്ടു, അന്യോന്യമേയുവാൻ അസ്ത്രം കൊടുത്തു. പിന്നെ ഒരു വയലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു അതുപോലെ ഈ കുഞ്ഞെടുത്തി ഈ പുഴയോരമുള്ള പെണ്ണും മോയൻ്റെ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ആ ഒരു ചേച്ചിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സമൂഹത്തിൻ്റെ രണ്ടും പണ്ട് പറഞ്ഞില്ലേ, ഞാൻ പണ്ട് പറഞ്ഞില്ല മീൻസ് എന്നെ ഫോളോവേഴ്സ് ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇവിടെ കരിയിലക്കാറ്റ് പോലെ എന്ന് പറയുന്ന പത്മനാഥൻ്റെ സിനിമയും രാവണപുത്രി എന്ന കവിതയും തമ്മിലൊരു ബന്ധം, അങ്ങനത്തെ ഒരു ഇത് അങ്ങനത്തെ ഓരോ മാച്ചിങ് കൺസെപ്റ്റ്, മാച്ചിങ്, അതാണ് എൻ്റെ കാര്യം. ഞാൻ പറഞ്ഞത് മാത്രം ഓരോ കവിതകളും. നെടുമുടി സർവകലാശാല ഒരു ഭയങ്കരമായ ഫീൽ. അത് എത്രയോ 10ൽ പഠിക്കുമ്പോൾ ഞാൻ DD1 കാണണേ. സിനിമയൊക്കെ ഇറങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 80കളുടെ സിനിമയാണത്.
അപ്പോൾ തന്നെ ഈ നെടുമുടി മോഹൻലാലും തമ്മിലുള്ള ആ ഒരു ഇതും ആ പ്രകൃതിയും അവിടുത്തെ ഒരു ഒറ്റപ്പെട്ടത് ഇങ്ങനെ കൂര അതൊരു ഒരു പ്രത്യേകതരം സ്റ്റൈലിലാണ് സർവകലാശാല മേക്ക് ചെയ്തിട്ടുള്ളത് വേണുനാഗവള്ളി. സുഗമോദേവിക്ക് ശേഷമുള്ള ആളുടെ സിനിമ ആളുടെ തന്നെയാണ് ഈ കിലുക്കം എന്നുള്ളത് ഒരുപാട് വൈകി അറിയാം. കിലുക്കൊക്കെ വേണുനാഗവള്ളി എഴുതുമെന്നൊക്കെ നമുക്ക് തോന്നും ആ സിനിമയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ. ഓരോ വേണുനാഗവള്ളിനെ ഓർത്തപ്പോൾ പറഞ്ഞത് മാത്രം. ഏതിരവിൻ നീലിമയിൽ പൂത്തു നിന്നു നീ, ഏതുനിഴലിൽ കുടിയിരുന്നു നീ, പാനിലാവത്ത് ഒറ്റമുടിപ്പൊന്നിനും ഏതു കിനാവോ, എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ, ഏതിരവിൽ നീലിമയിൽ നീറി നിന്നു നീ, ഏതു ചിന്നുരീരിയിൽ കുടിയിരുന്നു നീ, താരര താരര പാൽനിലാവത്ത്. ഇത് ഗിരീഷ് പുലിയൂറിൻ്റെ ആണെന്ന് തോന്നുന്നു ആളെന്നെ. പിന്നെ ഈ കാവാലും നെടുമുടിയും കൂടി ഒരു ഓഡിയോ കാസറ്റ് ഇറക്കുന്നതായിരുന്നു. നല്ല ആലപ്പുഴ സ്റ്റൈലിലുള്ള പാട്ടുകളുണ്ട്. ഇങ്ങൊരു ഈ കാവാലും ആരാടപ്പണിക്കരും തമ്മിലുള്ള ഒരു ആരിമ്പൻ വമ്പൻ തുമ്പി ആരിമ്പനയുണ്ടോ കണ്ടു ഇന്നാളും കണ്ടേ കണ്ടേ നന്നത്തിൽ ആരിമ്പൻ വമ്പൻ തുമ്പി. അതാണൊരു പ്രോഗ്രാമിൽ കേൾക്കണ ഒരു 2 പാട്ടുകൾ. അതുപോലെ തന്നെ അതിൽ തന്നെ വിളിക്കാതെ വരീനോ ആഹാ, ചോദിക്കാതെ പോകിനോ ഒരു കവിത. അപ്പോൾ ഈ നെടുമുടിയും കാവാലും ഒരു ഓഡിയോ കാസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ആലപ്പുഴ ട്യൂണുകളിൽ. ഒരു കോതാമൂരിയുടെ നല്ല ട്യൂണായിരുന്നു. പക്ഷെ ഒരു പഴയ ഓഡിയോ കാസറ്റ് കിട്ടിയാൽ പിന്നെ അത് യൂട്യൂബിലൊന്നും കാണാനില്ല. അത് നല്ല പാട്ടുകളായിരുന്നു അതിൽ. കോതാമൂരി എനിക്കിനി പോയേണ്ടി ഒരു കോതാമൂരിയുടെ ഒരു പാട്ട്, നല്ല നാടൻ പാട്ട്, എന്ത് രസമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നെടുമുടിയിലെയും ആലോചിച്ചപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പറഞ്ഞില്ല ജോലിയുടെ കാര്യം. അത് അടുത്ത ആഴ്ച അതിൻ്റെ മൂവ്മെൻറ്റിൽ ഇനി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കണം. പിന്നെ മൊത്തത്തിൽ ഒരു മടുപ്പ്. മൊത്തത്തിൽ ആരോ നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നണം. അത് പൊട്ട ലോകമാണെന്ന് തോന്നുന്നു ചില സമയത്ത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രമല്ല, എന്നോ കൃത്യമായൊരു പ്ലാനോടുകൂടി ആരോ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു എഴുതി വെച്ചിട്ടൊക്കെ ഇന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ പോവും, ഇത്ര ജോലി എടുത്ത് ഇത്ര പൈസ കിട്ടും, അതൊക്കെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഏതോ ഒരു വലിയ ലോകത്തിൻ്റെ ഒരു എന്നെ ഡയറക്റ്റ് കാണുന്ന ഏതോ ഒരു സഹായിച്ചോ ഉപദ്രവിച്ചോ ഒന്നും അറിയില്ല. എന്തോ ഉണ്ട് സംതിങ് സംവെയർ. ആരോ ഭയങ്കരമായി അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ അവർക്ക് മാറാനും പറ്റണില്ല. അതാണ് എൻ്റെ കാര്യം. ഞാൻ ഒരു സയൻറ്റിസ്റ്റാണെന്നോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് രാജ്യത്തിനെ ഇന്ത്യനെ ഈ 2047 വരെ എന്നൊരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായെന്ന് അറിയുമ്പോൾ 1947 കിട്ടിയെന്ന് വിചാരിക്കും. പിന്നെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഭരണം. സിസ്റ്റം പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഗനികളിൽ, മേഘാലയയിലെ ഗനികളിൽ അപകടമൊക്കെ ഇല്ലേ, ഇതൊക്കെ നിസ്സാര കാശിന്. പിന്നെ ഇൻഡസ്ട്രിയിൽ കുടിയേറ്റം നടന്നുണ്ട്. ദാരിദ്ര്യം ഉള്ള ഈ ബീഹാറിൽ നിന്നൊക്കെ ബോംബെയിലേക്ക് എല്ലായിടത്തേക്കും അതൊരുപാട്. അത് ഒരു കാത്തിരിക്കുന്നുണ്ട്. അവർ എന്തോ അടിമത്തമില്ലാത്ത നാടാണിത്. പക്ഷെ അവരിത് അടിമകളായിട്ട് തന്നെ കാണണം. ഒരിക്കലും ആ നാട് നന്നാക്കണമെന്നോ നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ആഗ്രഹമില്ലാത്ത ആ ബ്രിട്ടീഷുകാരെ കൂടെ നിന്ന് ആരോ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. നമുക്ക് നാട് നന്നാവണമെന്നൊരു താല്പര്യമില്ല. നാട് നന്നാവണം, നമ്മൾ നന്നാക്കണം. ഒരുപാട് ചതികൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഓരോന്ന് പറയാം അല്ലേ. നമ്മളെല്ലാവരും ഭാരതീയരാവുക. ഈ ഭാരതമാതാവിൻ്റെ നമ്മുടെ പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭൂമിയും പിതൃഭൂമിയുമാണ് ഈ ഭാരതം. അതിലാണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പം ഏതൊക്കെ മതങ്ങളുണ്ടോ ആ ഭാരത ഭൂമിയെ സ്നേഹിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ ഭാരതം തിരിച്ചു വരും. എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ കുറച്ച് ആൾക്കാർ ഇത് പ്രത്യേക രീതിയിൽ പറ്റിച്ച് ഒരു എന്താ പറയുക, കൃത്യമായിട്ട് അവർ സാംസ്കാരിക ലോകത്ത് പിടിമുറുക്കി കഴിഞ്ഞവർ.
ഇവരാരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നാലും ഈ നാട് നന്നാക്കണം നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ നദികൾ, ഇന്ത്യയിൽ ഒഴുകുന്ന നദികൾ എവിടെയൊക്കെ മലിനായിട്ട് കിടക്കുന്നുണ്ടോ അതൊക്കെ അധ്വാനം, ജോലി കൊടുക്കുക, അല്ലെങ്കിൽ തൊഴിലുറപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇപ്പം അതങ്ങനെ പറയാൻ പറ്റില്ല, അതെന്നെ മാറ്റം. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. നദികൾ നമ്മൾ ക്ലീൻ ആക്കണം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. പശുവിൻ്റെ ഗോമാതാവ്, അങ്ങനത്തെ കുറച്ച് ഈ ഗുണകർമ്മ വിഭാഗം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഈ ഹിന്ദുവിൻ്റെ മേക്കെട്ടി കയറുക എന്നുള്ളൊരു ചെറിയൊരു ഭാരതത്തിൻ്റെ സത്തറിയാണ്ട് എല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ മേലിൽ വെച്ച് ഇതിനെ അധപതിപ്പിക്കാൻ നോക്കുക. ഇതെങ്ങനെ അധപതിപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല, അത് ഓരോ മിനിറ്റിലും അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഭാരതത്തിൻ്റെ അതിരുകളുടെ പ്രത്യേകത. അങ്ങനെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി ഓവറായിന്ന് മാത്രം. ഭാരത് മാതാ കി ജയ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇഷ്ടാണോ? ഇഷ്ടാടാ.